ഈശോയുടെ സ്നേഹവാത്സല്യത്തിന് പാത്രീഭൂതരായ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, സമകാലീന പത്രമാധ്യമങ്ങൾ വ്യത്യസ്തമായി നമുക്ക് മുൻപിലേക്ക് എത്തിച്ചിരിക്കുന്ന രണ്ട് വാർത്തകളുടെ പരമ്പരയാണ്. അതിലൊന്ന്, നവജാത ശിശുക്കളെ നിഷ്കരുണം കൊല ചെയ്യുകയോ അവരെ ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന അമ്മമാരും അവർക്ക് കൂട്ടുനിൽക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവരും. മറ്റൊന്ന്, സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ പോലും നഷ്ടപ്പെടുത്തി അപകടകരമായ സാഹചര്യത്തിലേക്ക് സ്വയം വലിച്ചെറിയുന്ന മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ ഒരു പരിച്ഛേദം അവതരിപ്പിക്കുകയാണ് ഈ വാർത്തകൾ. കുഞ്ഞുങ്ങളോടുള്ള മനുഷ്യൻ്റെ സമീപനം, മക്കളോടുള്ള മാതാപിതാക്കളുടെ സമീപനം. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ചില്ലിൻ്റെ അപ്പുറത്ത് ആളുകൾ കയറി വരുന്ന വഴിയിൽ ചെറുപ്പക്കാരായ ഭാര്യയും ഭർത്താവും അവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഭാര്യയുടെ കയ്യിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ട്. ആ കൊച്ചു കുഞ്ഞ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം അല്പം കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഇങ്ങനെ തലതിരിച്ച് അവൻ്റെ പപ്പായുടെ നേരെ നോക്കുമ്പോൾ ആ കുഞ്ഞിനെ ആ കയ്യിൽ നിന്ന് പിടിച്ച് നെറ്റിയിൽ അമർത്തിപ്പിടിച്ചിട്ട് വിടാതെ മുത്തം കൊടുക്കുന്ന ഒരു പിതാവിനെ ഞാൻ കണ്ടു. തൻ്റെ ജീവൻ്റെ ഭാഗമായ കുഞ്ഞിനെ എങ്ങനെയൊക്കെ സ്നേഹിക്കണം, എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കണം, എങ്ങനെയൊക്കെ കരുതണമെന്ന് മനസ്സിൽ വലിയ ആകുലതയോടുകൂടി നിന്നുകൊണ്ട്, ഈ ഒരു ചുംബനത്തിൽ എൻ്റെ ഹൃദയം മുഴുവനും കുഞ്ഞെ നിന്റെ തിരുനെറ്റിയിലേക്ക് ഞാൻ പറിച്ചു നടുകയാണ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് അഗാധമായി പ്രഘോഷിക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രമാണത്. ഇന്ന് നമ്മളുടെ ധ്യാന വിഷയമാക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ തിരുവചനമാണ്. അതിന് തൊട്ടു മുൻപ്, അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. നമ്മളിന്ന് ഒരുപാട് തൊട്ടിലുകൾ കാണുന്നുണ്ട്. ഗവൺമെന്റ് നൽകുന്ന താരാട്ടുപാട്ടലിന്റെ തൊട്ടിലുകളുണ്ട്. അനാഥ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനുള്ള സ്ഥലം. അവിടെയല്ലാതെ മറ്റ് പല സ്ഥലങ്ങളിലും അനാഥ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയതിന്റെ വാർത്തകളും നാം കാണുന്നുണ്ട്. ഇവിടെ ഒരമ്മ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിലേക്ക് ഒരു കുഞ്ഞിനെ കിടത്തുകയാ, ലോക രക്ഷകനെ കിടത്തുകയാ. ഇവിടെ ഈ പിള്ളക്കച്ച എന്ന് പറയുന്നത് കുറച്ച് കീറത്തുണി എന്ന് മാത്രമൊന്നും കരുതണ്ട. അതിനപ്പുറത്തേക്ക് ഒരു കുഞ്ഞിനെ വളർത്താനുള്ള ഒരു മാതാവിന്റെ അദമ്യമായ വ്യഗ്രതകളാണ് ആ പിള്ളക്കച്ചകളായിട്ട് മാറുന്നത്. വീടില്ലാത്ത, സ്വന്തം കുഞ്ഞിന് പിറക്കാൻ ഒരു ഇടം കൊടുക്കാത്ത നിർഭാഗ്യവാന്മാരെന്ന് ഒരുപക്ഷെ ഇന്ന് ലോകം വിശേഷിപ്പിക്കത്തക്ക രീതിയിലുള്ള ഈ പ്രിയപ്പെട്ട അമ്മയും പിതാവും അവിടെ കുഞ്ഞിന് ജന്മം കൊടുത്തപ്പോൾ കയ്യിലുണ്ടായിരുന്ന കീറത്തുണി പുതപ്പിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഈ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി പുതപ്പിച്ചുവെന്ന് നമുക്കതിനപ്പുറത്തേക്കൊന്ന് ചിന്തിക്കാം. ഈ കീറത്തുണികളാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. പുതപ്പിക്കാൻ പിള്ളക്കച്ചകളില്ലാത്ത വ്യഥയാണ് ഇന്ന് മാതാപിതാക്കൾ അനുഭവിക്കുന്നത്. പുതപ്പിക്കാൻ പിള്ളക്കച്ചകളില്ല. വലിയ നീളമുള്ള, വലിയ വിസ്താരമുള്ള, വർണ്ണാഭമായ വലിയ തുണികളൊക്കെ കയ്യിലുണ്ട്. പക്ഷെ പുതപ്പിക്കാൻ പിള്ളക്കച്ചകളില്ല. മക്കൾ ഉണ്ടാകുന്നതിന് മുൻപേ മക്കളെ കുറിച്ചുള്ള വലിയ പദ്ധതികൾ ഇട്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സകല സാമ്രാജ്യവും ഒരുക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തയാണ്. അടുത്തിടയ്ക്ക് ഒരു മാതാപിതാക്കൾ എൻ്റെ അടുത്ത് വന്നു. ഒരൊറ്റ കുഞ്ഞ. ആ കുഞ്ഞ് ഒരു അപകടത്തിൽ മരിച്ചു. ആ അപകടത്തിൽ മരിച്ചതിന് ശേഷം ഈ മാതാപിതാക്കൾ ആ ദുഃഖം മറക്കാൻ കഴിയാതെ പല സ്ഥലങ്ങളിലും പ്രാർത്ഥിച്ച് അവസാനം എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുക. അവരോടൊന്നും സംസാരിക്കാനില്ല. പക്ഷെ മനസ്സ് തുറന്ന് സംസാരിക്കവേ അവർ പറഞ്ഞു, ഈ കുഞ്ഞിന് വേണ്ടി, ഒരൊറ്റ കുഞ്ഞ് എന്ന തീരുമാനത്തിലേക്ക് അവരെത്തിയത് പോലും ഞങ്ങൾക്കുള്ളത് മുഴുവനും ഈ കുഞ്ഞിന് കൊടുക്കണം. ഒന്നും ഭാഗിക്കപ്പെടേണ്ടതില്ല.
സ്വത്ത് മുഴുവനും കുഞ്ഞിന്, സ്നേഹം മുഴുവനും കുഞ്ഞിന്, സമയം മുഴുവനും ഈ ഒരു കുഞ്ഞിന്, ഈ ഒരൊറ്റ കുഞ്ഞിന് വേണ്ടി ജീവിതത്തിലെ സകലതും കൊടുക്കാൻ തീരുമാനമെടുത്തതിന്റെ ഭാഗമാണ് ഒരു കുഞ്ഞ് എന്ന തീരുമാനം. ഇന്ന് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ മനോവേദന വലിയതാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്വാർത്ഥത, ഈ കുഞ്ഞിന് മാത്രം കൊടുക്കണമെന്ന സ്വാർത്ഥത, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു ചെറിയ കഷണമൊന്നും കൊടുക്കാനില്ല, പിള്ളക്കച്ചകളുമില്ല. നമുക്കുള്ളതെല്ലാം വലിയ വിസ്താരമുള്ള പരവതാരികളാ, അതിട്ടാണ് കുഞ്ഞിനെ മൂടുന്നത്. നമുക്ക് ഈ കുഞ്ഞുങ്ങളെ വളർത്താനും മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനും വളരെ ഉചിതമായ ഒരു തിരുവചന ഭാഗം നമുക്ക് നൽകിയിരിക്കുകയാണ്. പിള്ളക്കച്ച കൊണ്ട് പൊതിയാൻ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വലിയ വലിയ കാര്യങ്ങൾ കൊടുത്തിട്ടല്ല. ഇപ്പോൾ ചില പരസ്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ഒരു കുഞ്ഞുണ്ടാകുന്നത് പാടെ തന്നെ ആ കുഞ്ഞിനെ ഒന്ന് ഇൻഷുർ ചെയ്തേക്ക്, ഒരു കുട്ടി ഉണ്ടാകുന്ന പാടെ തന്നെ സ്കൂളിലേക്ക് അവനൊരു അഡ്മിഷൻ അങ്ങോട്ട് തരപ്പെടുത്തി കൊടുത്തേക്ക്, ഒരു കുഞ്ഞുണ്ടാകുന്നത് പാടെ തന്നെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ഒരുക്കി വെച്ചേക്ക്. നമ്മുടെ ചിന്തകൾ അങ്ങനെയാണ് പോകുന്നത്. അവർക്ക് വേണ്ടി എന്തെല്ലാം കൊടുക്കാൻ കഴിയുമോ അതെല്ലാം കൊടുക്കണം, എല്ലാം കൊടുക്കണം. പക്ഷേ ചില പിള്ളക്കച്ചകളൊക്കെ ഉണ്ട്. കുഞ്ഞിന് മനസ്സിലാകുന്ന ഭാഷയിൽ ചില പിള്ളക്കച്ചകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിയാതിരിക്കുന്നുവെന്ന വലിയ അപകടം ഇന്നത്തെ തലമുറയുടെ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പോക്കിന് കാരണമായി മാറിയിട്ടുണ്ട്. മക്കൾക്ക് സ്നേഹം കൊടുക്കാനുണ്ടോ കയ്യിൽ? മക്കൾക്ക് സ്നേഹമല്ല കൊടുക്കുന്നത്, മറിച്ച് അവർക്ക് അത്യന്താധുനികമായ ഉപകരണങ്ങളാണ് മേടിച്ചു കൊടുക്കുന്നത്. സ്നേഹം പ്രകടമാക്കാൻ വേണ്ടി മറ്റു പലതും ചെയ്യുമ്പോൾ അത് സ്നേഹത്തിന് പകരമാവുകയില്ല എന്ന ഒരു തിരിച്ചറിവ് മാതാപിതാക്കൾക്കുണ്ടാവണം. ഒരു കുഞ്ഞിന്റെ അടുത്തേക്ക് ഒരു മിഠായിയും 1000 രൂപയുടെ നോട്ടും കൊടുത്താൽ നമ്മുടെ കുട്ടികൾക്ക് മിഠായി മതി. ഇതാണ് ഈ പിള്ളക്കച്ച എന്ന് പറയുന്നത്. ഒരു മുത്തം കൊടുക്കേണ്ട പ്രായത്തിൽ അവന് മുത്തം കൊടുത്തു വളർത്തണം. കയ്യിൽ പിടിച്ച് നടത്താൻ കഴിയുന്ന പ്രായത്തിൽ അവന്റെ കയ്യിൽ പിടിച്ച് നടത്തണം. നമ്മളിപ്പോൾ വന്ന് ഒരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത കാലത്തേക്കാണ് വരുന്നത്. യഥാർത്ഥത്തിലുള്ള ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ, കൃത്യതയാർന്ന ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ, യഥാർത്ഥത്തിലുള്ള നന്മയുണ്ടാകണമെങ്കിൽ അവിടെയെല്ലാം ചില നിയന്ത്രണങ്ങൾ നമുക്ക് ആവശ്യമാണ്. നിയന്ത്രണമില്ലാതെ വരുന്നതൊന്നും യഥാർത്ഥത്തിലുള്ള ഫലം പുറപ്പെടുവിക്കാൻ കഴിവില്ലാത്തതായി മാറിത്തീരും. നമുക്ക് എല്ലാ കാര്യത്തിനും നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് കാര്യങ്ങൾ. കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ ഒരു നിയന്ത്രണവും പാടില്ല എന്ന ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ചില പിള്ളക്കച്ചകൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം കരുതി വെക്കണം. സ്നേഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ ചില പിള്ളക്കച്ചകൾ കൊണ്ട് നമ്മൾ പൊതിയേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളെ അവരെ ചില പുൽത്തൊട്ടിയിലേക്ക് എടുത്ത് കിടത്തേണ്ടതുണ്ട്. ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ മക്കൾക്ക് കൊടുത്ത് വളർത്തണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിള്ളക്കച്ച കൊണ്ട് പൊതിയാത്ത ഒരു കുഞ്ഞും രക്ഷപ്പെടുകയില്ല. പിള്ളക്കച്ച കൊണ്ട് പൊതിയാത്ത ഒരു കുഞ്ഞും, ഞാൻ പറയുന്ന അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എങ്കിൽ, 1 വയസ്സുള്ള കുഞ്ഞിന് കൊടുക്കേണ്ട സ്നേഹവും പരിചരണവും നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നീട് കൊടുക്കുന്നതൊന്നും അവരുടെ തലയിലേക്ക് കയറുകയില്ല. ഇന്ന് മാതാപിതാക്കൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ മാതാപിതാക്കൾ ജോലി കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ വ്യഗ്രതപ്പെട്ട് ഓടുമ്പോൾ കുഞ്ഞിനെ എവിടെങ്കിലും കൊണ്ടുപോയി ഇട്ടിട്ട് പോയാൽ മതി എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കുകയാണ് അത് അപകടമാണ് ആ പോക്ക്. പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിയേണ്ട കാലത്ത് പിള്ളക്കച്ചകൾ കൊണ്ട് തന്നെ പൊതിയണം. അതിൻ്റെ ചൂടും തണുപ്പും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പൊതിഞ്ഞു സൂക്ഷിക്കാൻ മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വരം അവർ ഉപയോഗിക്കണം. ആ പിള്ളക്കച്ച കൊണ്ട് പൊതിയാതെ സൂക്ഷിക്കുന്ന, പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിയാൻ മറന്നു പോകുന്ന, പിള്ളക്കച്ചകൾക്ക് പകരം മറ്റു പലതും ഉപയോഗിക്കുന്ന കാലത്ത് നമ്മുടെ തലമുറയെക്കുറിച്ച് നമുക്ക് ബാക്കി വെക്കാനുള്ളത് ആശങ്കകൾ മാത്രമായിരിക്കുമെന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടാകണം. പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ഇല്ലായ്മയിലും വല്ലായ്മയിലും ഈ ദൈവപുത്രനെ വളർത്തിയെടുക്കാൻ വേണ്ടി പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു എന്ന് നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ ഇത് നമുക്ക് നൽകുന്ന സന്ദേശം നമ്മളുടെ കുഞ്ഞുങ്ങളെ എത്ര ശ്രദ്ധാപൂർവം നമ്മൾ വളർത്തണമെന്നുള്ളത്. എത്ര ശ്രദ്ധാപൂർവമായിരിക്കണം ആ വളർത്തൽ. ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരു പക്ഷേ അത്രയൊന്നും പ്രാധാന്യമുള്ളതായി ഒരിക്കലും കരുതാത്ത ചില കാര്യങ്ങളൊക്കെ നമുക്ക് സാന്നിധ്യത്തിലൂടെയും സംസാരത്തിലൂടെയും ഒക്കെ നമുക്ക് കൊടുക്കാനുണ്ട്. ചിലപ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കും മനസ്സിലാകാത്ത ഭാഷയിൽ അമ്മയും കുഞ്ഞും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടാകാം. അവരുടെ ഭാഷകൾ പരസ്പരം മനസ്സിലാകുന്നില്ലെങ്കിലും അറിയാത്ത ഒരു തരംഗത്തിൻ്റെ ആവൃത്തിയിലേക്ക് അവർ രണ്ടുപേരും പോയി വീഴുകയാണ്. ഇതാണ് ഈ പിള്ളക്കച്ച എന്ന് പറയുന്നത്.
അല്പം ഒരു വാത്സല്യത്തോടെ കൊഞ്ചിക്കാൻ, മാറോട് ചേർത്ത് പിടിക്കാൻ, അവരുടെ ആശങ്കകൾ അകറ്റിക്കൊടുക്കാൻ, ഭയമുണ്ടാകുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ച് മുറുക്കെ പിടിച്ച് ഒരു ധൈര്യം കൊടുക്കാൻ ഒക്കെ കഴിയുന്ന പിള്ളക്കച്ചകൾ തീർന്നില്ല. നമ്മൾ ഈ പിള്ളക്കച്ചയെല്ലാം വളരെ കുഞ്ഞുനാളിലെ അങ്ങ് ഒഴിവാക്കി മാറ്റി നിർത്തുകയാണ്. ഇനി വളർന്നു വരുന്ന കാലത്ത് പിള്ളക്കച്ചകളൊന്നും വേണ്ട. 10 വയസ്സായാൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 15 വയസ്സായാൽ പിന്നെ എല്ലാ നിയന്ത്രണങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റ് പുതിയൊരു നിയമം പാസാക്കിയതായി നമ്മൾ കേട്ടിട്ടുണ്ട്. 16 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ളവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് പ്രായപൂർത്തിയായവർക്കുള്ള ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് പുതിയ ഭേദഗതി വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ സൂചിപ്പിക്കുന്ന കാര്യം, പലപ്പോഴും കുട്ടികളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പ്രായമായവർ ചെയ്യാൻ മടിക്കുന്ന പല കുറ്റകൃത്യങ്ങളിലേക്കും അവർ വീണുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ അവരെ കൈകാര്യം ചെയ്യുന്നതിൽ, അവരെ സമീപിക്കുന്നതിൽ, അവരോട് ഇടപെടുന്നതിൽ പുലർത്തുന്ന ലാഘവത്വം തന്നെയാണ്. പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞു കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാൻ മാതാപിതാക്കൾക്കുള്ള വലിയ ഉത്തരവാദിത്വത്തെ മറന്നു കളയരുത്. അവരെ സ്വാതന്ത്ര്യത്തോടുകൂടി വിടുമ്പോൾ തന്നെ അവരുടെ പിന്നാലെ സ്നേഹത്തിന്റെ 2 കണ്ണുകൾ കൂടി ഉണ്ടാവേണ്ടത് ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്. അതില്ലാതെ വരുന്നതിന്റെ അപകടങ്ങൾ ഈ പുതിയ തലമുറയുടെ വൈകല്യങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി ഒരു ശ്രദ്ധാപൂർവമായ കിടത്തലാണത്. അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അവർക്ക് ശ്രദ്ധാപൂർവമായിട്ടുള്ള പരിപോഷണങ്ങൾ നൽകാൻ മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും കടപ്പാടുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത് നൽകുന്നത്. നമുക്ക് ഈ പിള്ളക്കച്ചകളെല്ലാം നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നു. ഓരോരുത്തരെയും വലുതായിട്ട് തന്നെ നമ്മൾ കാണുന്നത്. വലുതായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ അവരുടെ ചെറുപ്പത്തെക്കുറിച്ച് കൂടി നമുക്ക് ബോധ്യമുണ്ടാവണം. അവർക്ക് കൊടുക്കേണ്ട ശിക്ഷണങ്ങൾ, അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ, അവർക്ക് കൊടുക്കേണ്ട വാത്സല്യം, അവർക്ക് കൊടുക്കേണ്ട പ്രോത്സാഹനം, അവർക്ക് കൊടുക്കേണ്ട ശ്രദ്ധ, അത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ വലിയ ഒരു അപകടത്തിലേക്കാണ് നമ്മുടെ തലമുറകൾ കടന്നു പോകുന്നത് എന്നുകൂടി നാം തിരിച്ചറിയണം. ഇവിടെ നമുക്ക് സംഭവിക്കുന്നത്, സ്വന്തം താല്പര്യത്തിന്റെ പിന്നാലെ പോകുമ്പോൾ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകുന്നു മാതാപിതാക്കൾ. സ്വന്തം ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ മക്കൾ മാതാപിതാക്കൾക്ക് തടസ്സമായി മാറുന്നു. വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. സ്വന്തം താല്പര്യത്തിന് തടസ്സം നിൽക്കുമോ എന്ന ഭയം മൂലം മക്കളെ നിഷ്കരുണം കൊന്നൊടുക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകുന്നു. ദൈവം തന്ന ദാനമാണ് കുഞ്ഞുങ്ങളെന്ന് നാം തിരിച്ചറിയുമ്പോൾ തന്നെ ദൈവം നമുക്ക് ഭരമേൽപ്പിക്കുന്ന വലിയ ഉത്തരവാദിത്വമാണ് മാതാപിതാക്കൾ എന്നുള്ള ഉത്തരവാദിത്വം എന്നുകൂടി നാം മനസ്സിലാക്കണം. മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നതിനെ കുറിച്ചാണ് വലിയ പഠനങ്ങൾ നടക്കുന്നു. നമുക്കറിയാം, മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം കൃത്യമായിട്ടുള്ള നിയോഗങ്ങളും നിർദ്ദേശങ്ങളുമാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകുന്നത്. മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തുമാത്രം താല്പര്യമാണുള്ളത്, അതേ താല്പര്യത്തോടു കൂടി തന്നെയാണോ നമ്മൾ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്? മനുഷ്യന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ശിശുവിനെയും ആവശ്യമായ പരിഗണനയിലൂടെ, ഓരോ ശിശുക്കൾക്കും ആവശ്യമായ പരിപാലനത്തിലൂടെ അവരെ വളർത്തിയെടുക്കുന്ന പുതിയൊരു മാതാപിതാക്കളുടെ സങ്കല്പം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിയാൻ മറക്കാതിരിക്കേണ്ടതുണ്ട്. പിള്ളത്തൊട്ടിയിൽ കിടത്താൻ മറക്കാതിരിക്കേണ്ടതുണ്ട്. നമ്മൾ അവരെ എങ്ങനെയാണ് അനുധാവനം ചെയ്യുന്നത്? മക്കൾക്കും മാതാപിതാക്കൾക്കും തമ്മിൽ എന്ത് അകലമാണുള്ളത്? അകലം വർദ്ധിച്ചു വരികയാണ്. പതുക്കെ പതുക്കെ അവരെ അങ്ങ് മാറ്റി മാറ്റി നിർത്തി സ്വയം പര്യാപ്തതയിലേക്ക് കടത്തിവിടുകയാണ്. അങ്ങനെ സ്വയം പര്യാപ്തമായ സ്വാർത്ഥമായ സമൂഹം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, ഈ പരിശുദ്ധ അമ്മ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് ഈ ദിവ്യ പൈതലിനെ സംരക്ഷിച്ച് ആ ദിവ്യ പൈതലിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കർത്താവിൻ്റെ പിന്നാലെ, യേശുവിൻ്റെ പിന്നാലെ ഉദ്വേഗത്തോടുകൂടി നടന്നു പോകുന്നതിൻ്റെ ചിത്രം ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും വലിയ മഹത്വീകൃതമായ സമയത്ത് ആ അമ്മ കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും അഗാധമായ ദുഃഖത്തിൻ്റെ സമയത്തും ആ അമ്മ കൂടെ ഉണ്ടായിരുന്നു. അമ്മയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ സാന്നിധ്യമോ മാതാപിതാക്കളുടെ സാന്നിധ്യമായി നാം കാണുകയാണ്. നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ സമയത്ത് നമ്മളുണ്ടോ? അവരുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ മാറ്റുകൂട്ടാൻ നമ്മളുണ്ടോ? അവരുടെ ദുഃഖത്തിൽ അവർക്ക് സാന്ത്വനം നൽകാൻ നമ്മളുണ്ടോ? അവരുടെ പരാജയത്തിന്റെ നിമിഷങ്ങളിൽ അവരുടെ കരം പിടിച്ചു നിൽക്കാൻ നമ്മളുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ സമയാസമയങ്ങളിൽ കൊടുക്കുന്ന ഭക്ഷണവും കാലാകാലങ്ങളിൽ കൊടുക്കുന്ന വസ്ത്രവുമല്ല സ്നേഹമെന്ന് പറയുന്നത്. മറിച്ച് അവരുടെ ആവശ്യങ്ങളിൽ അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ, ആ മക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ, അവരുടെ സങ്കടങ്ങളിൽ അവരുടെ കണ്ണുകളിൽ നിന്നല്ല നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊഴിയട്ടെ. അവരുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളിൽ നിങ്ങളുടെ ഹൃദയവും ഒന്ന് തുടിച്ചുയരട്ടെ.
അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മടി കാണിക്കാതിരിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ പ്രത്യേകതയുണ്ട്. സകലതിനും കുറ്റം അങ്ങ് പറഞ്ഞേക്ക്. നീ ശരിയല്ല എന്നുള്ളൊരു ചിന്ത അവന്റെ ജീവിതത്തിലേക്ക് കൊടുത്തിരിക്കുക. വെട്ടിക്കുത്തി തിരിച്ചിട്ടിരിക്കുക. ജീവിതം ശരിയാകുകയില്ല. തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മളാരാ അത്രമാത്രം തീരുമാനമെടുക്കാൻ? നമ്മൾ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു കുഞ്ഞും തെറ്റല്ല. അവരുടെ ജീവിതത്തിന്റെ ശരികളെ കണ്ടെത്താൻ നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളുടെ കഴിവ് കൂടി അനുസരിച്ചിരിക്കുന്നതാണ്. അവരെ ശ്രദ്ധിക്കാനും അവരുടെ ഭാഗമായി തീരാനും അഭിമാനത്തോടെ ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്വത്തെ നമുക്കൊന്ന് ഏറ്റെടുക്കാം. ഈ കുഞ്ഞുങ്ങളുടെ, ഈ ചോരക്കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവർക്കൊരു വ്യക്തിത്വം രൂപപ്പെടുത്തി കൊടുക്കാൻ, ഈ ചോരക്കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ഒരു ഭാവി കരുപ്പിടിപ്പിച്ചെടുക്കാൻ. ഈ ഭാവി കരുപ്പിടിപ്പിച്ചെടുക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല. അതുകൊണ്ട് ഓരോ ദിവസവും ഈ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം. അവരുടെ ജീവിതത്തിൽ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിനെ തിരുത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമം നമ്മൾ നടത്തണം. ഈ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിയുക എന്നത് പ്രതീകാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിങ്ങനെ പതുക്കെ 1 വയസ്സിലും 2 വയസ്സിലും 5 വയസ്സിലും 10 വയസ്സിലും 20-ലും 30-ലും 40-ലും 50-ലും ഒക്കെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ധരിപ്പിക്കാൻ പിള്ളക്കച്ചകൾ ഉണ്ടാകണം. പ്രായത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്, അഭിമുഖീകരിക്കുന്ന ജീവിത സാഹചര്യത്തിനനുസരിച്ച് അവരോട് ഇടപെടാൻ വേണ്ടി നാം പരിശ്രമിക്കണം. അവരോട് ആ ഇടപെടലിലൂടെയാണ് ഓരോ നല്ല വ്യക്തിയും ലോകത്തിലേക്ക് കടന്നു വരുന്നത്. ഓരോ നല്ല വ്യക്തിയുടെയും, ഓരോ ഉന്നതരായ വ്യക്തികളുടെയും ജീവചരിത്രം പരിശോധിച്ചാൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, അവരുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ അവരുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അവർ പണക്കാരോ പാവപ്പെട്ടവരാവട്ടെ, അവർ വിദ്യാഭ്യാസമുള്ളവരോ ഇല്ലാത്തവരാവട്ടെ, അവർ ജാതിയിൽ മേൽജാതിയോ കീഴ്ജാതിയോ ആവട്ടെ, ഉന്നതരായ വ്യക്തികളുടെ ജീവിതത്തിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ചില മാതാപിതാക്കളുടെ സാന്നിധ്യം നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഓർമ്മിക്കണം, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പിള്ളക്കച്ചകളാണ് നിങ്ങൾ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആഡംബരത്തിന്റെയും ധാരാളിത്തത്തിന്റെയും നിങ്ങളുടെ പ്രതാപത്തിന്റെയും വലിയ പരവതാനികൾ അവരുടെ മേൽ പൊതിഞ്ഞ് ശ്വാസം മുട്ടി കുഞ്ഞുങ്ങൾ മരണത്തെ മുഖാമുഖം കാണുകയാണ്. അവരുടെ ജീവിതത്തിന്റെ കുരുന്നു ബാല്യങ്ങൾ ഇല്ലാതെയായി പോവുകയാണ്. നമുക്കുള്ള ഉത്തരവാദിത്വം അവരെ വളർത്തിയെടുക്കാനും അവർക്ക് ഉന്നതമായിട്ടുള്ള ജീവിത ദർശനങ്ങൾ നൽകാനും കഴിയുന്നതാണ്. പുൽത്തൊട്ടിയിൽ കിടത്തുകയാണ്, വളർത്താൻ വേണ്ടി കിടത്തുകയാണ്. ഇന്ന് നമ്മൾ കിടത്തുന്നതെല്ലാം ഉപേക്ഷിച്ച് കിടത്തുകയാണ്. ഗവൺമെന്റിന്റെ പിള്ളത്തൊട്ടികളുണ്ട്, അവിടെ കൊണ്ടുപോയി കിടത്തുന്നത് മാതാപിതാക്കൾ ജീവിതത്തിന് വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ച് കളയുകയാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു കുട്ടികളെ ആട്ടുന്ന പുതിയ തൊട്ടിൽ കണ്ടു. ആ പുതിയ തൊട്ടിലിന്റെ പ്രത്യേകത, ഒന്ന് ആട്ടി വിട്ടാൽ മതി, പിന്നെ ഒരു സ്പ്രിങ് ആത്ത നിൽക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങ് തന്നെ ആടിക്കോളും. അങ്ങനെ ആടി കുഞ്ഞുറങ്ങിക്കോളും. ഒരു തലമുറയ്ക്ക് മുമ്പിലേക്ക്, അല്പം കാലം മുൻപിലേക്ക് ഒന്ന് ഓർത്തു നോക്കൂ. വീടുകളുടെ മോന്തായങ്ങളിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന തൊട്ടിലിൽ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഉടുക്കുന്ന മുണ്ടോ ആയിരിക്കാം ഒരു കയറിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് അതിനകത്ത് കുഞ്ഞിനെ കിടത്തി അമ്മമാര് കൈകഴക്കുന്നത് വരെ ആട്ടുകയാ, താരാട്ടുപാട്ട് പാടി ആട്ടുകയാ. അവസാനം കുഞ്ഞുറങ്ങാതെ വരുമ്പോ ആ കുഞ്ഞിനെ അവിടെ നിന്നെടുത്ത് തോളിലേക്കിട്ട് പുറത്ത് പതുക്കെ തട്ടി ഉറക്കിയ അനുഭവം ഉള്ള മാതാപിതാക്കളും തട്ടിയതിൻ്റെ ആ സന്തോഷത്തിലും സുഖത്തിലും ഉറങ്ങിയതിൻ്റെ അനുഭവവും നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. ഇന്നതൊന്നും വേണ്ട, ഒരാട്ടം കാട്ടിയ പിന്നെ അങ്ങ് ആടിക്കോളും. ഇതാണ് ജീവിതത്തിന്റെ പ്രത്യേകത. ഇന്ന് നമുക്കൊന്നും ആത്മാർത്ഥതയുള്ള ശ്രമങ്ങളൊന്നുമല്ല. മറ്റു 100,000 കാര്യങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ ഈ കുഞ്ഞിന്റെ തൊട്ടിലാട്ടുന്നത് ഒരു യാന്ത്രികമായ പ്രവർത്തനമാണെങ്കിൽ, ഒരു തലമുറയ്ക്ക് മുമ്പ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിയോഗമായിരുന്നു ഈ തൊട്ടിലാട്ടുക എന്ന് പറയുന്നത്. നമ്മൾ ഓർമ്മിക്കേണ്ട വലിയൊരു മാറ്റം ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നു. എപ്പോഴാണോ സമ്പൂർണ്ണമായ ഒരു സമർപ്പണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നത്, എപ്പോഴാണോ സമ്പൂർണ്ണമായി കുഞ്ഞുങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നത്, സ്വന്തം സ്വാർത്ഥതയുടെ അനുഭവത്തിനപ്പുറത്തേക്ക് മക്കളെക്കുറിച്ചുള്ള ഉദാത്തമായ ചിന്തകൾ മനസ്സിലേക്കുണ്ടാകുന്നത്, പിള്ളക്കച്ചകൾ കൊണ്ട് നമുക്കവരെ പൊതിയാൻ കഴിയുന്നത്, ജീവിതത്തിന്റെ ഉന്നത ദർശനത്തിന്റെ പുൽത്തൊട്ടിയിലേക്ക് അവരെ നീക്കി കിടത്താൻ കഴിയുന്നത്, അവിടെ യഥാർത്ഥത്തിലുള്ള മാതാപിതാക്കൾ ഉണ്ടാവുകയാണ്. തിരുവചനം പറയുന്ന തരത്തിലുള്ള മാതാപിതാക്കൾ ഉണ്ടാവുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിയപ്പെടാത്തതിന്റെ ദുരിതപൂർണമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. പല ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള തിരസ്കരണത്തിന്റെ അനുഭവങ്ങൾ അവരുള്ളിൽ പേറുകയാണ്. പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞില്ല.
പൊതിയേണ്ട സമയത്ത് പൊതിഞ്ഞില്ല, സ്നേഹം കിട്ടേണ്ട സമയത്ത് സ്നേഹം കൊടുത്തിട്ടില്ല, വാത്സല്യം കിട്ടേണ്ട സമയത്ത് അത് കിട്ടിയിട്ടില്ല, പ്രോത്സാഹനം കിട്ടേണ്ട സമയത്ത് അത് കിട്ടിയിട്ടില്ല. മറിച്ച് ഒരു ജീവിതം ഇങ്ങനെ അങ്ങോട്ട് മുൻപോട്ട് പോവുകയാണ്. ആ ജീവിതത്തിന്റെ ദുരന്തങ്ങളൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർ പേറുന്നുമുണ്ട്. ഒന്നിനോട് സമരപ്പെട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഉള്ളു പൊള്ളുന്നവരായി അവർ മാറിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. നല്ല മാതാപിതാക്കളാകാൻ, മക്കൾക്ക് ഉന്നതമായ ദർശനങ്ങൾ കൊടുക്കാനും ഉന്നതമായ ജീവിതത്തിലേക്ക് അവർ ഒരുക്കാനും കഴിയുന്ന നല്ലൊരു കാലഘട്ടം ജീവിതത്തിന് മുൻപിൽ ഒരുക്കി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്സാഹം നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് സൂക്ഷിച്ചെടുക്കാം. പ്രിയപ്പെട്ടവർ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവനെ പിള്ളക്കച്ച കൊണ്ട് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല. ഈ സത്രത്തിൽ സ്ഥലം കിട്ടാതിരിക്കട്ടെ. നമുക്ക് ഇന്ന് ജീവിതത്തിൽ ചില സത്രങ്ങളൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടുപോയി ആക്കിയാൽ മതി കുട്ടികളെ. സ്കൂളാകുന്ന സത്രത്തിൽ കൊണ്ടുപോയി അവിടെ ഉപേക്ഷിച്ചു. ഒരു പിള്ളത്തൊട്ടിയിൽ കൊണ്ടുപോയി അവിടെ കൊണ്ട് ഉപേക്ഷിച്ചു. ഒരുപക്ഷെ മാതാപിതാക്കളുടെ ആയമാരുടെ അടുത്ത് കൊണ്ട് ഉപേക്ഷിച്ചു. സത്രത്തിൽ സ്ഥലം നമുക്ക് വേണ്ട. കാരണം ഈ മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ തുടിക്കുന്ന മാറിടത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരൊരുക്കുന്ന സ്നേഹത്തിന്റെ അഗ്നിയിൽ സ്വന്തം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ആർജിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം നമ്മൾ ഒരുക്കണം. പിള്ളക്കച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞു കുഞ്ഞു തുണിക്കീറുകളല്ലത്, മറിച്ച് അത് ജീവിതത്തിലേക്ക് നൽകുന്ന ശരിയായ ദിശാബോധത്തിൻ്റെ പാഠങ്ങളാണ്. ആ പാഠങ്ങൾ പഠിക്കാത്തവരാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടുള്ളവർ. അതുകൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങളോട് യാതൊരു തരത്തിലുള്ള അനുകമ്പയുമില്ല. ഏതൊരു യുദ്ധരംഗത്തും കുട്ടികൾ പരിരക്ഷിക്കപ്പെടണമെന്നുള്ള വലിയ നിയമങ്ങൾ പോലും പാലിക്കാതെ കുഞ്ഞുങ്ങൾക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പലതരത്തിലുള്ള അക്രമങ്ങൾ. പത്രവാർത്തകളും വാർത്താ മാധ്യമങ്ങളുമെല്ലാം ഇത് നമുക്ക് മുൻപിലേക്ക് കൊണ്ടുതരികയാണ്. ഇവിടെ നമ്മൾ വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. അത് മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരുമിച്ച് ചേരുന്ന സ്നേഹത്തിൻ്റെ പുണ്യപ്പെട്ട ഒരു അന്തരീക്ഷം. അതൊരു പക്ഷേ നമ്മൾ കാണുന്നത് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ തന്നെയാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഒരു കുഞ്ഞിന് കാവലിരിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് ഏത് മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങൾക്ക് കാവലിരിക്കുന്നത്? അവരുടെ പനിക്കിടക്കയിൽ അവർക്ക് കൂട്ടിയിരിക്കുന്നത്, അവരുടെ സങ്കടങ്ങളുടെ നിമിഷങ്ങളിൽ അവർക്ക് സാന്ത്വനമായിട്ട് മാറുന്നത് എല്ലാം ഔദ്യോഗികതകളുടെ പരിവേഷത്തിലാണ് കടന്നു പോകുന്നത്. നമുക്ക് നല്ല മാതാപിതാക്കളാകാൻ തീരുമാനമെടുക്കാം. മക്കൾക്ക് മുകളിൽ സ്നേഹത്തിന്റെ പിള്ളക്കച്ചലുകൾ, കരുതലിന്റെ പിള്ളക്കച്ചകൾ നമുക്ക് പൊതിഞ്ഞു സൂക്ഷിക്കാം. അവർ വളർന്നു വരട്ടെ. ഈ പിള്ളക്കച്ചകൾ കൊടുക്കുന്ന ചൂടും ഈ പിള്ളക്കച്ചകൾ കൊടുക്കുന്ന സംരക്ഷണവുമാണ് മക്കളെ വളർത്തുന്നത് എന്ന് മാതാപിതാക്കൾ ചിന്തിക്കണം. അവരുടെ ബാങ്ക് ബാലൻസുകളോ അവരെ പഠിപ്പിക്കുന്ന സ്കൂളിന്റെ പ്രൗഢിയോ അല്ല കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, മറിച്ച് അവരുടെ വ്യക്തിബോധത്തിലേക്ക് അവർക്ക് കൊടുക്കുന്ന സാന്ത്വനത്തിന്റെയും അവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനത്തിന്റെയും അനുപമമായ സന്ദേശം അത് കൊടുക്കാൻ മാതാപിതാക്കൾക്ക് മാത്രമേ ഈ ലോകത്ത് സാധിക്കുകയുള്ളൂ. മറ്റെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷെ മാതാപിതാക്കളെ കൊടുക്കാൻ കഴിയുകയില്ലല്ലോ. മാതാപിതാക്കളാകാൻ, നല്ല മാതാപിതാക്കളാകാൻ പരിശുദ്ധ അമ്മയെ പോലെ പിള്ളക്കച്ച കൊണ്ട് പൊതിയാനും പുൽത്തൊട്ടിയിൽ കിടത്താനും ജീവിതത്തിന്റെ ഉന്നതമായ ദർശനങ്ങളിലേക്ക് മക്കളെ കൈപിടിച്ച് നടത്താനും കഴിയുന്ന മാതാപിതാക്കളാകാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ വരദാനമായി ഈ ലോകത്തിലേക്ക് അങ്ങ് അയക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും സ്നേഹത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ദൈവമേ, അങ്ങിപ്പോഴും ലോകത്തെ സ്നേഹിക്കുന്നുവെന്ന് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിലൂടെയും അങ്ങ് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ കുഞ്ഞിനെയും പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിയാനും പുൽത്തൊട്ടിയിൽ കിടത്താനും കഴിയുന്ന സ്നേഹത്തിൻ്റെ വിശാലതയാർന്ന മാതാപിതാക്കളുടെ ഹൃദയങ്ങൾ ഇവിടെ ഉണ്ടാകുവാൻ കർത്താവേ, നിന്റെ കൃപ ഞങ്ങൾ യാചിക്കുന്നു. ഓരോ കുടുംബവും പിള്ളത്തൊട്ടിലുകളായി മാറുവാൻ, അവിടെ സ്നേഹത്തിൻ്റെ പിള്ളക്കച്ചകൾ കൊണ്ട് പരസ്പരം അണിയിക്കുവാൻ കർത്താവേ ഓരോ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളുടെ വഴികളിൽ അവർക്ക് പ്രകാശമായി തീരുവാൻ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ മാതാപിതാക്കളും മക്കളും തമ്മിലുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൃപ നീ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബവും അനുഗ്രഹത്തിൻ്റെ പുണ്യവഴികളിലൂടെ കടന്നു പോകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം ലഭിക്കാത്ത, പരിഗണന ലഭിക്കാത്ത കുഞ്ഞുങ്ങളെയും അനാഥരായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നിന്റെ തിരുസന്നിധിയിലേക്ക് സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. ദൈവമേ, അവിടുത്തെ സ്നേഹവും കരുതലും പരിഗണനയും എല്ലാ കുഞ്ഞുങ്ങൾക്കും അതുവഴി എല്ലാ കുടുംബങ്ങൾക്കും നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, വെബ്സൈറ്റ് www.drcm.org.